بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തിന്റെ മനഹജും മറ്റ് ബിദ്അഈ കക്ഷികളുടെ മനഹജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഫുറൂഖുകൾ വിശദീകരിക്കുന്ന നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് രണ്ടാമത്തെ വ്യത്യാസത്തിൽ തന്നെയാണ്. രണ്ടാമത്തെ വ്യത്യാസത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചത് എപ്പോഴാണ് ഒരു കാര്യം ബിദ്അത്ത് ആവുക എന്നതിനെ സംബന്ധിച്ചാണ്. എന്നുവെച്ചാൽ സലഫുകളുടെ പ്രവർത്തനത്തിൽ ഒതുക്കി നിർത്തുക. അവരെങ്ങനെ പോയോ അങ്ങനെ പോവുക, അവരെവിടെ നിന്നോ അവിടെ നിൽക്കുക, അവരെന്തു പറഞ്ഞോ അത് പറയാം, അവരെന്ത് ചെയ്യാതിരുന്നോ നമ്മളത് ചെയ്യാതിരിക്കുക. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ശരിയായ അഹ്ലുസുന്നത്തിലാവാൻ നമ്മൾ പാലിക്കേണ്ട മര്യാദ. എന്നുവെച്ചാൽ ഇത്തബിഉ വലാ തബ്തദിഉ, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു പോയിന്റതാണ്. പിൻപറ്റുക, വേറൊന്നും നമ്മൾക്ക് ബാധ്യതയാക്കപ്പെട്ടിട്ടില്ല, വേറൊന്നും നമ്മൾ ചെയ്യാൻ നമ്മൾക്ക് ബാധ്യതയില്ല. നമ്മൾക്ക് ആകെ ബാധ്യതയുള്ളത് പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് സംസാരിച്ചു ഏറ്റവും ആദ്യം. പിന്നെ സംസാരിച്ചത് എപ്പോഴാണ് അത് ബിദ്അത്താവുക, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ ബിദ്അത്ത് ആകുന്നതെപ്പോ ആകാത്തതെപ്പോ, അതിന്റെ വാബിത്ത് നമ്മൾ പറഞ്ഞു. അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് മുഖ്തദ, രണ്ടാമത്തത് മാനിയ. മുഖ്തദയും മാനിയവും ഇത് രണ്ടും പരിഗണിച്ച് സലഫുകളുടെ ജീവിതത്തിൽ മുഖ്തദ ഇല്ലാത്തൊരു കാര്യം പിന്നീട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ അലൈക്കും അസ്സലാം മാനിയ ഉണ്ടായിരുന്നൊരു വിഷയത്തിൽ മാനിയ നീങ്ങുകയോ ചെയ്താൽ അലൈക്കും സലാം അത് ബിദ്അത്താവുകയില്ല. അതിനെന്താ പേര് പറയാം? മസാലിഹുൽ മുർസല. ഈ മസാലിഹുൽ മുർസലയും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ പഠിച്ചിരിക്കൽ വളരെ അനിവാര്യമാണ്. എത്രത്തോളം നമ്മൾക്ക് ഒരു മുബത്തദി ആവാതിരിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? മസാലിഹുൽ മുർസലയും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഇതൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ഇത്തിബാഇനെ സംബന്ധിച്ച്, ബിദ്അത്തിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പറഞ്ഞു അവസാനിപ്പിച്ചു. പിന്നെ ഇത്തിബാഇനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സലഫുകളുടെ ജീവിതത്തിൽ നമ്മൾ സലഫുകളെ പിൻപറ്റുമ്പോൾ മൊത്തത്തിൽ മസാലകൾ രണ്ട് വിഭാഗമാണ്. അവർക്കിടയിൽ ഇഖ്തിലാഫ് ഇല്ലാത്ത മസാലകളും ഇഖ്തിലാഫുള്ള മസാലകളും. ചുരുക്കത്തിൽ അപ്പൊ ഇഖ്തിലാഫ് ഇല്ലാത്തതിൽ നമുക്ക് വേറൊരു വർത്താനമില്ല, അതിൽ നമുക്ക് എതിരാവാൻ പാടില്ല എന്നുള്ള വേറൊരു സംശയത്തിനവിടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ എന്തെങ്കിലും വകുപ്പ് അവിടെ ഇല്ല. അവിടെ നമുക്ക് അവരെ പിൻപറ്റുക, വിശ്വാസമാണെങ്കിൽ വിശ്വസിക്കുക, പ്രവർത്തനമാണെങ്കിൽ പ്രവർത്തിക്കുക, എങ്ങനെയാണോ അങ്ങനെ. അതിനാണ് എന്തു പറയാ? ഇജ്മാ എന്ന് പറയാം. രണ്ടാമത്തത് ഇഖ്തിലാഫ് വരുന്നത് എന്നുവെച്ചാൽ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ അഭിപ്രായ വ്യത്യാസം തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അത് തന്നെ രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ്? ആരാ പറയാം? ഇഖ്തിലാഫ് തന്നെ രണ്ട് തരമുണ്ട്. ഏറ്റവും ആദ്യം ഇഖ്തിലാഫ് തവാദും ഇഖ്തിലാഫ് തനബു. എന്ത് രണ്ടും വ്യത്യാസം? ഇഖ്തിലാഫ് തനബു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്കത് ഇഖ്തിലാഫായി തോന്നുമെങ്കിലും ഹഖീഖത്തിൽ എന്തല്ല, അത് ഇഖ്തിലാഫ് അല്ല. ഹഖീഖത്തിൽ അത് ഇഖ്തിലാഫ് അല്ല. ആണ് ഇഖ്തിലാഫ് തനവ്വുൾ. ഏതിൽ ഏത് ഉദാഹരണം പറഞ്ഞേതാ? സിറാത്തുൽ മുസ്തഖീമിന്റെ തഫ്സീർ. സിറാത്തുൽ മുസ്തഖീമിന്റെ തഫ്സീർ ആർക്കും ഓർമ്മയില്ലേ? അതിലെന്താ പറയുന്നത്? പല സലഫുകളുടെ ഇബാറത്ത് വ്യത്യസ്തമാണ്. ചിലർ സഹാബത്ത് എന്ന് പറയുന്നുണ്ട്, ചിലർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചിലർ ഖുർആൻ എന്ന് പറയുന്നുണ്ട്, ചിലർ വഹി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താ?
ഏതിനെ നമ്മൾ പിൻപറ്റിയാലും നമ്മൾ പിൻപറ്റുന്ന ഒരേ കാര്യത തന്നെയാണ്. ഇബാറാത്തുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും ഹഖീഖത്തിൽ അവിടെ എന്തില്ല? ഇഖ്തിലാഫില്ല. അങ്ങനെ അല്ലാത്ത ഇഖ്തിലാഫിനാണ് ഇഖ്തിലാഫ് തവാദ് എന്ന് പറയാം. ഇതാണ് ശരിക്കും നമ്മൾ ഇഖ്തിലാഫ് എന്ന് പറയുന്നത് ഇതിനാണ്, ഇഖ്തിലാഫ് തവാദ്. ഈ ഇഖ്തിലാഫ് തവാദ് രണ്ട് തരമുണ്ട്. ഇഖ്തിലാഫ് തവാദ് രണ്ട് തരമുണ്ട്. അതിൽ ഒന്നാമത്തെ തരമാണെന്ത്? ഇജ്തിഹാദിയായ ഇഖ്തിലാഫ്. അലൈക്കും സലാം. ഇജ്തിഹാദിയായ ഇഖ്തിലാഫ്. ഇജ്തിഹാദിയായ ഇഖ്തിലാഫ് നമ്മൾ പറഞ്ഞു, അവിടെ അതിന്റെ ഇജ്തിഹാദി ആണോ അല്ലയോ എന്ന് വേർതിരിക്കുന്നത് ഒരിക്കലും അവിടെ രണ്ടു ഭാഗത്തുള്ള പണ്ഡിതന്മാരുടെ എണ്ണോ അല്ലെങ്കിൽ അത് സ്വീകരിച്ചിട്ടുള്ള മദ്ഹബുകളുടെ വലിപ്പമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. അതിന്റെ വാബിത്ത് രണ്ട് ഭാഗത്തും ഉള്ള ദലീലിന്റെ കൂവത്ത്, രണ്ടു ഭാഗത്തുള്ള ദലീലിന്റെ കൂവത്ത്, ആ കൂവത്ത് ഒരേപോലെ ഏകദേശം രണ്ടും ഒരേ അളവിലാകുമ്പോഴാണ് ഒരു മസല എന്താവുക? ഇജ്തിഹാദിയ മസലയാവുക. ഒരു മസല ഇജ്തിഹാദിയ മസലയാവുക. അങ്ങനെ അല്ലാത്ത മസലകൾ എന്തല്ല? ഇജ്തിഹാദിയ മസലകളല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ദലീലിന്റെ കൂവത്ത് നോക്കി ഏറ്റവും കൂവത്തുള്ള ദലീൽ എടുത്തിട്ട് അതിനാണ് എന്ത് നമ്മൾ റാജിഹ. ഈ മസലയിൽ ഇത് റാജിഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? മറ്റേ അഭിപ്രായത്തിന് ഉള്ള തെളിവുകളുടെ ബലം അവിടെ എന്താ? കുറവാണ്. കൂടുതൽ ബലമുള്ളത് പക്ഷെ അതിന് തീരെ ബലമില്ല എന്നല്ല, മർദൂദായ ഒരു തള്ളപ്പെടേണ്ട, പൂർണ്ണമായിട്ട് അവഗണിക്കേണ്ട ഒരു കൗലാണെന്നല്ല എന്റെ അർത്ഥം. നമ്മളിപ്പോ ഒരു ത്രാസിൽ തൂക്കുമ്പോൾ ഒരെണ്ണം കൂടും ഒരെണ്ണം കുറയും ചെയ്യും. അതിനർത്ഥം എന്താ? രണ്ടിലും കനുണ്ട്. പക്ഷെ ഏറ്റവും കനം കൂടിയത് എന്ത് ചെയ്യും? താഴ്ന്നിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും കനം കൂടിയത് എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കനം അറിയുന്ന ഒരാളാണെങ്കിൽ. ദലീലുകളെ നോക്കാനും ആ ദലീലുകളുടെ കനമൊക്കെ അളന്നു നോക്കാനൊക്കെ സാധിക്കുന്ന ഒരാളാണെങ്കിൽ അവന് അളന്നു നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ മസലയിൽ അഭിപ്രായം എടുക്കാൻ, സ്വീകരിക്കാൻ പാടുള്ളൂ. ഈ അളന്നു നോക്കണമെങ്കിൽ എന്ത് പഠിക്കണം? നമ്മൾ പറഞ്ഞത് ഉസൂൽ ഫിഖ് പഠിക്കണം. ഉസൂൽ ഫിഖ് പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ദലീലുകൾ എന്താണെന്ന് അറിയൂല, ആ ദലീലുകളുടെ കൂവത്ത് എന്താണെന്ന് അറിയൂല. ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഇത് എന്ത് ചെയ്യാൻ സാധിക്കൂല? ഇത് ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന റാജിഹ് ഏതാണെന്ന് മനസ്സിലാക്കാനും സാധിക്കൂല. നമുക്ക് ഇന്നുള്ള ഈ മുഖല്ലിദീങ്ങളുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ശരിയായ രൂപത്തിൽ ഖുർആനും സുന്നത്തും നേരായ രൂപത്തിൽ സ്വഹാബത്ത് അതിനെങ്ങനെ ഇത്തിബാ ചെയ്തതുപോലെ ഇത്തിബാ ചെയ്യണമെങ്കിൽ നമുക്ക് ഉസൂൽ ഫിഖ് പഠിക്കണം. വേറൊരു നിവൃത്തിയില്ല. ഉസൂൽ ഫിഖ് പഠിക്കണം. അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഉസൂൽ ഫിഖ്. അതുകൊണ്ടാണല്ലോ ഉസൂൽ ഫിഖിലെ ഗ്രന്ഥം എഴുതിയത് പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇമാം ഷാഫി റഹിമഹുള്ളയെ മുജദ്ദിദീങ്ങൾപ്പെട്ട ഇമാം ഷാഫി മുജദ്ദിദാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല സലഫുകൾക്കിടയിൽ. അതിനുള്ള കാരണം എന്താ? അദ്ദേഹം ഈ ഇൽമിന് ചെയ്ത സേവനമാണ്. അപ്പൊ ഒരു പണ്ഡിതനെ മുജദ്ദിദായി എല്ലാവരും അംഗീകരിക്കാൻ മാത്രം അദ്ദേഹത്തിന്റെ സേവനം, അത് ഈ ഉസൂൽ ഫിഖിന് കൊടുത്ത സേവനം കൊണ്ടാണെങ്കിൽ ആ ഉസൂൽ ഫിഖ് അത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും. അത്രയും വലിയ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം, അത്രയും വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് ഉസൂൽ ഫിഖ്. അപ്പോ ഇത്രയും പറഞ്ഞ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ കാര്യങ്ങളാണെന്ത്? ഈ ഇഖ്തിലാഫിൽ ഒരിക്കലും എന്തല്ല, ഇജ്തിഹാദി ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഇഖ്തിലാഫിൽ ഒരിക്കലും എന്തല്ല, രണ്ടും ശരിയല്ല. രണ്ടഭിപ്രായങ്ങളുണ്ടെങ്കിൽ രണ്ടും ശരിയാണോ? രണ്ടും ശരിയല്ല. ഇതിലേതോ ഒന്നാണ് ശരി. മറ്റൊന്നെന്താ? മറ്റൊന്ന് തെറ്റാണ്. അപ്പോ തെറ്റാണ്. അത് തെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ഡിതന്മാർക്ക് പറ്റും, അത് പറ്റിയിട്ടുമുണ്ട്. അപ്പൊ ആ തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, ആ പണ്ഡിതനോടുള്ള നിലപാട്, ആ മസലയോടുള്ള നിലപാട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു. അത് നമ്മൾ വളരെ ഗൗരവത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു മസല.
ഈ നിലപാട് നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മളെ വളരെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ തന്നെ പറയാണ്. ഈ മസാല ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ സലഫിയത്ത് പൂർണ്ണമായും എന്ത് ചെയ്യാം? അത് അപകടാവസ്ഥയിലേക്ക് എത്താം, മോശാവസ്ഥയിലേക്ക് എത്താം. ഈ ഒരു മസാല ശ്രദ്ധിക്കാതിരുന്നാൽ അത്രയും ഗൗരവമുള്ള മസാലയാണെന്ത്? ഈ പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്യുന്നതും അവർക്ക് തെറ്റുപറ്റുന്നതും ആ തെറ്റുപറ്റുന്നതിനോട് നമ്മൾ എടുക്കേണ്ട നിലപാടും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയം, വളരെ ഗൗരവമുള്ള വിഷയം. ഈ വിഷയം ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, എന്തൊക്കെയാണ് നമ്മുടെ വായിന്ന് പുറത്ത് വരാന്ന് പിന്നെ നമുക്ക് തന്നെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. പല ആൾക്കാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന, പല ആൾക്കാരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്ന സലഫികളാണെന്ന് അവകാശപ്പെടുകയും നമ്മൾ എന്താ പറയാ, ലോകത്ത് ഇന്നത്തെ ഈ ആധുനിക ഈ സലഫികൾക്കിടയിൽ ഒരാൾ പോലും എതിർത്ത് പറയാത്തൊരു കാര്യമാണെന്ത്? അഹ്ലുസുന്നത്തിന്റെ ഇമാമാണെന്ത്? ആര്? സാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ലാഹ്. ഒരാൾക്കും അതിലെന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഒരാൾ പോലും, അദ്ദേഹം മാസവുമാണ്, നമുക്ക് ആർക്കും വാദമില്ല. തെറ്റുകൾ പറ്റാത്ത ഒരാൾ നമുക്ക് ആരും വാദിക്കുന്നില്ല. അത് ഒരു പണ്ഡിതനും നമുക്കില്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ. ബാക്കി എല്ലാവരും മാസൂമികളല്ല, നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ മൻഹജിന്റെ വിഷയത്തിൽ അദ്ദേഹം മർജി ആണെന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസ പണ്ഡിതന്മാർക്കിടയിലില്ല. ഈ സാലിഹ് അൽ ഫൗസാന്റെ മൻഹജ് പോലും അവിയൽ പരുവാണെന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ, ഒരു മസലിൽ തെറ്റുപറ്റി നമ്മൾ പല മസലിലും സാലിഹ് ഫൗസാനെതിരാണ്, തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എതിരാവും. അപ്പോൾ നമ്മൾ മദ്ഹബിന് ഇമാമിങ്ങളോട് എതിരാവുന്ന പോലെ തന്നെ എന്ത് ചെയ്യും? സാലിഹ് അൽ ഫൗസാനോടും നമ്മൾ എതിരാവും. അത് വേറെ വിഷയം. ഒരു മസലയിൽ ഒരാൾക്ക് തെറ്റുപറ്റുന്നതും ഒരു മൻഹജ് തന്നെ അത് തെറ്റായ രൂപത്തിലാണെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ അടിസ്ഥാനങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ എന്താവും? വീട് കെട്ടുന്ന പോലെ തന്നെ, വീട് കെട്ടുമ്പോൾ ഫൗണ്ടേഷൻ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എത്ര നല്ല മാർബിളോ അല്ലെങ്കിൽ എത്ര നല്ല സിമന്റോ എത്ര നല്ല ഇഷ്ടികകളും കൊണ്ടുവന്ന് വെച്ചിട്ടും കാര്യമില്ല. ഫൗണ്ടേഷൻ ശരിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ചീട്ട് കൊട്ടാരം പോലെയാണ്. ഇന്നല്ലെങ്കിൽ നാളത് തകർന്നടിഞ്ഞു പോകും. ഇന്നല്ലെങ്കിൽ നാളത് അതിന് വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാവൂല. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണെന്ത്? ഇജ്തിഹാദിയ മസലകൾ ശ്രദ്ധിക്കേണ്ട മര്യാദ. നമ്മൾ പറഞ്ഞു, രണ്ടു ഭാഗത്തും ശക്തമായ തെളിവുകളുള്ള മസലയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്ഷേപിക്കുക പാടില്ല. ഇൻകാർ ഫി മസായിലിൽ ഇജ്തിഹാദ്, ഇൻകാർ പാടില്ല. അതേസമയം നമുക്ക് എന്ത് ചെയ്യാം? നല്ല രൂപത്തിൽ ബയാൻ ചെയ്യാം, നമ്മുടെ തെളിവുകൾ വ്യക്തമാക്കി കൊടുക്കാം. ഏറ്റവും നല്ല രൂപത്തിൽ അതോടുകൂടെ അതിന് ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ആ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നതോ അത് വിശദീകരിക്കുന്നതൊന്നും അത് ഇൻകാറിൽ പെടൂല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ത്? പല ആളുകളും ഈ ഒരു വിഷയം പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്നൊരു വിഷയമാണെന്ത്? പ്രത്യേകിച്ച് റമദാനൊക്കെ വരെയാണ്. ഹിലാലിന്റെ വിഷയം, മാസപ്പിറവിന്റെ വിഷയം അല്ലേ? ഇജ്തിഹാദിയ മസലയല്ലേ? അപ്പൊ നമ്മളെന്തിനാണ് പരസ്പരം ഇങ്ങനെ വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം പല ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ലേ? അവര് അവിടെ സൗദിന്റെ കൂടെ ആഘോഷിച്ചോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നാട്ടുകാരുടെ കൂടെ ആഘോഷിക്കാം അല്ലേ? അങ്ങനത്തെ ഒരു മസലയല്ലേ മാസപ്പിറവിയുടെ മസല? ഇജ്തിഹാദിയ മസലയാണോ? പഠിക്കണം നമ്മൾ. ഇജ്തിഹാദിയ മസലയാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇജ്തിഹാദിയ മസലയാണ് മാസപ്പിറവിയുടെ മസല ഇജ്തിഹാദിയ മസലയാണ്. അപ്പൊ എന്താ വിഷയം? അത് നമുക്കിങ്ങനെ നാട്ടിലങ്ങനെ സൗദിന്റെ കൂടെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലൊക്കെ നമുക്കിങ്ങനെ ആഘോഷിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. എന്ന് വെച്ചാൽ ഒരു മസല നമ്മൾ പറഞ്ഞു, ഒരു കാര്യം ഇജ്തിഹാദി മസല ആവുന്ന ബാബത്ത് നമ്മൾ പറഞ്ഞു, രണ്ട് ഭാഗത്തുള്ള ദലീലുകളുടെ ഖുവ്വത്ത് ഒരുപോലെ ആവാന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യത്തെ, ഒരു മസലയെ
ഇജ്തിഹാദിയായ ഒരു മസലയെ അങ്ങനെ അല്ലാതാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. വളരെ ശ്രദ്ധിക്കണേ. ആ മസല ഇജ്തിഹാദി അല്ലാതാവൂല, അതല്ല ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് അമല് ചെയ്യുന്നത് പാടില്ലാത്തതാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഇജ്തിഹാദി ആണെങ്കിൽ അവൻ അതും ചെയ്യാം, എനിക്കിതും ചെയ്യാം. അങ്ങോട്ടും ഇൻകാർ പാടില്ല, ഇങ്ങോട്ടും ഇൻകാർ പാടില്ല. പക്ഷേ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? ചില ഘടകങ്ങൾ ഒരു ഇജ്തിഹാദിയ മസലയ്ക്ക് അനുസരിച്ച് അമല് ചെയ്യുന്നത് പാടില്ലാത്തതാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? സലഫിയത്ത് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ഫുർഖത്ത് ഉണ്ടാവുക എന്നുള്ളത്. സലഫിയത്ത് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ഫുർഖത്ത് ഉണ്ടാവുക. അങ്ങനെ ഫുർഖത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇജ്തിഹാദിയ മസലയാണെങ്കിലും അതനുസരിച്ച് അമലാക്കാൻ പാടില്ല എന്നുള്ളത് ഇത്തിഫാഖുള്ള വിഷയം. പക്ഷെ അങ്ങനെ അമലാക്കുന്നത് ഹറാമാണ്. ശ്രദ്ധിക്കണേ. മസല ഇജ്തിഹാദിയാണ്. വളരെ നാം ശരിക്കും പഠിക്കണത്. ഇത് രണ്ടും കൂട്ടിക്കുഴഞ്ഞിട്ടാണ് പല ആളുകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എത്ര കൊല്ലം പെരുന്നാൾ നോമ്പ് വന്നാലും പിന്നെ ആ ആശയക്കുഴപ്പത്തിൽ തന്നെ. കാരണം എന്താ? ഇത് രണ്ടും കൂടിക്കടന്നിട്ട് പഠിച്ചിട്ടുള്ളത്. രണ്ടും വേറെ തന്നെ പഠിക്കും. മസാല ശരിക്കും എന്താ? ഇഖ്തിലാഫിൽ മത്താലി എന്നുള്ള മസാല. എല്ലാ മത്താലികൾ തമ്മിലുള്ള വ്യത്യാസം പരിഗണിക്കേണ്ടതുണ്ടോ വേണ്ടയോ എന്നുള്ള മസാല. ആ മസാല ഇജ്തിഹാദിയ മസാലയാണ്. പക്ഷെ ആ മസാല കൊണ്ട് അമലാക്കുന്നിടത്ത് ഈ ഒരു തടസ്സം അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടെ, ഇജ്തിഹാദിയ മസാല പോട്ടെ, ഇജ്തിഹാദിയ അല്ലാത്ത മസാലകൾ പോലും, ഖിലാഫ് ഇല്ലാത്ത വിഷയങ്ങൾ നടപ്പിലാക്കുന്നതിൽ പോലും ഈ ഒരു വിഷയം, ഫുർഖത്തിന്റെ വിഷയം വരുന്നുണ്ടെങ്കിൽ പാടില്ല എന്നാണ്. ഏതൊഴിച്ച്? വാജിബ് പ്രവർത്തിക്കുന്നതും ഹറാം ഒഴിവാക്കുന്ന ഒഴിച്ച്. അവിടെ എന്ത് ചെയ്യണ്ട? ഫുർഖത്ത് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഫുർഖത്ത് നോക്കണം. പക്ഷെ അതല്ലാത്ത വിഷയങ്ങളിലൊക്കെ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഫുർഖത്ത് ഒഴിവാക്കലാണ് എന്ത്? വാജിബ്, നിർബന്ധം. ഫുർഖത്ത് ഒഴിവാക്കലാണ് നിർബന്ധം. അത് ഏറ്റവും എളുപ്പത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ, ഏറ്റവും എളുപ്പമുള്ള വാക്കുകൾ ആര് വിശദീകരിക്കുന്നുണ്ട്? ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ആരാണ്? സുഡാനിൽ നിന്ന് ഒരാൾ ചോദിക്കുകയും മാസപ്പരയുടെ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറയുന്ന ഫത്വയിൽ വളരെ വ്യക്തമായി തന്നെ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഏത് ഹദീസാണ്? അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ, അതുപോലെ തന്നെ അൽ ഫിത്റു യൗമ യുഫ്തിറുൻ നാസ് വൽ അദ്ഹാ യൗമ യുളഹിൻ നാസ് എന്നുള്ള ഹദീസ്. ഈ ഹദീസ് വിശദീകരിച്ച് അദ്ദേഹം പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ദീനിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ദീന് മൊത്തം എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും പ്രയാസമുള്ള മസലകൾ ദീനിൽ വളരെ കുറവാണ്. മനസ്സിലാക്കാൻ പ്രയാസമുള്ള, പഠിച്ചെടുക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതായ മസലകൾ ദീനിൽ വളരെ കുറവാണ്. ഇത് അങ്ങേയറ്റം എളുപ്പമുള്ള മസല, വളരെ എളുപ്പമുള്ള ഒരു മസല. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണേ. ഈ ഹദീസ് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വകുല്ലുഹ ഹദീസ് സ്വഹീഹ. രണ്ട് ലഫ്സും സ്വഹീഹാണ്. ഫൈദ സ്വാമൽ മുസ്ലിമൂൻ അല്ലദീന അൻത ബൈനഹും സുംതമാഹും. ഫൈദ സ്വാമൽ മുസ്ലിമൂൻ അല്ലദീന അൻത ബൈനഹും. നീ ഏത് മുസ്ലിമീങ്ങൾക്കിടയിലാണോ ജീവിക്കുന്നത് അവരെന്നാണോ നോമ്പെടുക്കുന്നത് നീ നോമ്പെടുത്തു. അത്രയേ ഉള്ളൂ. അവരെപ്പോഴാണോ നോമ്പെടുക്കുന്നത് നീ അപ്പം നോമ്പെടുത്തു. വൈദ അഫ്തറു അഫ്തർത്തമാകും. അവരെപ്പോഴാണോ പെരുന്നാൾ ആഘോഷം അപ്പൊ നീ പെരുന്നാൾ ആഘോഷം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മസലയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, അൽഹംദുലില്ലാഹി അലാ തൈസീരിഹി വ തസ്ഹീരിഹി. ഈ വിഷയം ഇത്രയും എളുപ്പമാക്കിയ, ഇത്രയും സിമ്പിളാക്കിയ അള്ളാഹുവിനെ സ്തുതി. അൽഹംദുലില്ലാ എന്ന് പറയാം. ഇത്രയും സിമ്പിളായിട്ടുള്ള മസല. നമ്മൾ നോക്കുക, നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം തൗഹീദുമാണ്. ആ തൗഹീദുള്ള ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള തൗഹീദുള്ള ആളുകൾ, മുവഹിദീങ്ങൾ,
അവരെപ്പോഴാണ് നോമ്പെടുക്കുന്നത്? എപ്പോഴാണ് റമദാൻ ഒന്നായിട്ട് അംഗീകരിക്കുന്നത്? നോമ്പ് തുടങ്ങുന്നത് എപ്പോഴാണ്? അപ്പൊ നമ്മൾ നോമ്പ് ആരംഭിക്കാം. നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ, മുവഹിദീങ്ങൾ എപ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്? അപ്പൊ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായ മസല. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ, അതായത് മുവഹിദീങ്ങൾ എന്ന് പറയുമ്പോൾ തൗഹീദ് ഉണ്ടാകണം. തൗഹീദ് ഉണ്ടാകണം. അപ്പൊ തൗഹീദില്ലാത്ത ആളുകൾ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. തൗഹീദില്ലാത്ത ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. തൗഹീദുള്ള ആളുകൾ നമ്മൾ പരിഗണിക്കുകയും വേണം. തൗഹീദുള്ള ആളുകൾ നമ്മൾ പരിഗണിക്കുകയും വേണം. അവരെപ്പോഴാണോ നോമ്പെടുക്കാൻ ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോമ്പെടുക്കാൻ ആരംഭിക്കും. നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് മുമ്പത്തെ വർഷമൊക്കെ ആണെങ്കിലും തൗഹീദുള്ള ആളുകളൊക്കെ ഈ കണക്കനുസരിച്ചിട്ട് അവരെ പരിഗണിക്കേണ്ട ആവശ്യം തന്നെയില്ല. അവരെ പരിഗണിക്കേണ്ട ആവശ്യം തന്നെയില്ല. കാരണം എന്താ? അത് പരിഗണിക്കാൻ പറ്റുന്ന ഖിലാഫല്ല. ഇജ്മാനെതിരാവുന്ന ഖിലാഫുകൾ എന്ത് ചെയ്യേണ്ടതില്ല? പരിഗണിക്കേണ്ടതില്ല. അതല്ലാത്ത മുസ്ലിമീങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, മുവഹിദീങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സൗദിന്റെ കൂടെ ആഘോഷിക്കുന്ന ആളുകൾ അല്ലാത്തവരൊക്കെ ഒരൊറ്റ ദിവസമാണ് പെരുന്നാൾ ആഘോഷിക്കും. സൗദിന്റെ കൂടെ ആഘോഷിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മുവഹിദീങ്ങളും ഒരൊറ്റ ദിവസമാണ് പെരുന്നാൾ ആഘോഷിക്കും. ആ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ദിവസമാണ് എന്ത് ചെയ്യേണ്ടത്? പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ആ ഒരു ദിവസമാണ് നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുന്ന ദിവസം. അതല്ലാത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കൽ ഹറാമാണ്. പാടില്ലാത്താണ്. ഇത് മസല ഇജ്തിഹാദിയാണെന്ന് പറയുമ്പോൾ പല ആളുകൾ പറയും നിങ്ങൾ നാളെ ആഘോഷിച്ചു. അങ്ങനത്തെ വിഷയമല്ല. അത് ഒരു മസല ഇജ്തിഹാദി ആകുന്നത് ശരി. പക്ഷെ അത് ഇജ്തിഹാദിയായ മസല ഇജ്തിഹാദി നിലനിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പരിഗണിക്കണം. ഇതിപ്പോ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയതുകൊണ്ടാണ്. ഖസീമില് റസീൽ മിഷാൽ റിയാദി മുതൽ ഇബ്നു ഹുസൈമ റഹിമഹുല്ലാഹ് ശിഷ്യനായ അദ്ദേഹം മുതൽ റിയാദിൽ ഉമർ വരെ അടുത്തിടപഴകാൻ പറ്റിയ ഷെയ്ഖുമാരോടൊക്കെ ഒരു വിരലെണ്ണാൻ പറ്റുന്ന 10ഓളം വരും. ഇവരോടൊക്കെ വിഷയം ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അതല്ലാത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കരുതെന്ന് പറഞ്ഞു. പാടില്ല. അത് വലിയ തെറ്റാന്ന് പറഞ്ഞു. ഫിത്നാന്ന് പറഞ്ഞു. ഒരാൾ പോലും ഇവർക്ക് ആർക്കും തമ്മിൽ പരിചയമില്ല. തമ്മിൽ എന്തെങ്കിലും കൂടി ആലോചിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം പറയുന്നതല്ല. ഓരോരുത്തർ ശിഷ്യന്മാരാണ്. ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുള്ള വിഷയമാണെന്ത്? ഒരു മസല ഇജ്തിഹാദി ആണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് അമല് ചെയ്യുമ്പോൾ അവിടെ ഫുർഖത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് അമല് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇത്തിഫാക്കുള്ള വിഷയമാണ്. അതിനെതിരാവുന്നുള്ളത് ഹറാമാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മസല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമലാക്കുമ്പോൾ ഇൽമിയായിട്ടുള്ള ഭാഗം ഞാൻ പറഞ്ഞു. അമലാക്കുമ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ എന്താ? ഫൈദ സാമൽ മുസ്ലിമൂൻ അല്ലദീന അൻത ബൈനഹും സുംത മഅഹും. നീ ഏത് മുസ്ലിമീങ്ങൾക്കിടയിലാണുള്ളത് അവർ നോമ്പ് നോക്കുമ്പോൾ നീ നോമ്പ് നോക്കുക. വൈദ അഫ്തറു അഫ്തർത്തും. നീ അവരെപ്പോഴാണ് നോമ്പ് മുറിക്കുന്നത് പെരുന്നാൾ ആഘോഷം, അപ്പൊ നീ എന്ത് ചെയ്യുക? പെരുന്നാൾ ആഘോഷിക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ള മസലയാണ് ഈ ഹിലാലിന്റെ മസല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ അടുത്തത് എന്നാൽ വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആകന്താവും, ആശയക്കുഴപ്പമാവും. അതാണോ ശരി, ഇതാണോ ശരി, ഇവരും കുഴപ്പമില്ല അവരും കുഴപ്പമില്ലല്ലോ, പിന്നിപ്പോൾ എന്താ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഒഴിവാക്കേണ്ട സമയമായി. എപ്പോഴും നമ്മളിങ്ങനെ ഈ പ്രശ്നത്തിൽ ഈ ശക്കിലും ഈ ബുദ്ധിമുട്ടിലായി നിൽക്കേണ്ട ഒരു കാര്യം. അങ്ങനത്തെ ഒരു ദീനല്ലത്. ഈ ദീന് വളരെ എളുപ്പമാണ്. ഈ ദീന് വളരെ എളുപ്പമുള്ള ദീനാണ് പഠിക്കാനും അമലാക്കാനും ഒക്കെ. ഇതെല്ലാ കൊല്ലവും ഇത് എന്ത് ചെയ്തിട്ടാ ഈ ആശയക്കുഴപ്പമായിട്ട് ആരും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന് മാത്രമുള്ള മസാലയൊന്നും അല്ല. വളരെ സിമ്പിളായിട്ടുള്ള മസാല. നമ്മൾ എവിടെയുള്ളത്, ഏത് നാട്ടിലുള്ളത്, ആ നാട്ടിലെ മുസ്ലിമീങ്ങളെ നോക്കുക. നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ നോക്കുക. ആ മുസ്ലിമീങ്ങൾ എപ്പോഴാണ് നോമ്പെടുക്കും, നമ്മൾ അവരുടെ കൂടെ എന്ത് ചെയ്യും? നോമ്പെടുക്കാൻ തുടങ്ങും. അവരെപ്പോഴാണ് റമദാൻ എന്നാകുന്നു, നമ്മൾ എന്ത് ചെയ്യും? റമദാൻ എന്നാകാൻ തുടങ്ങും.
അവരെപ്പോഴാണോ പെരുന്നാൾ ആഘോഷം എപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെരുന്നാൾ ആഘോഷം. അത്രയേ ഉള്ളൂ. വ്യക്തമല്ലേ? വാദിഹല്ലേ? ഇത്രയും സിമ്പിളാണ്. ഇത്രയും സിമ്പിളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ മസാലയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ് എന്ത്? അത് പിന്നീട് അത് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വലിയൊരു ഫർക്കായി വേറെ തന്നെ പഠിക്കുന്നുണ്ട്. അവിടെ കിതാബിൽ വരുന്നുണ്ട് തഅസ്സുബ് എന്നുള്ളത്. ഈ പണ്ഡിതന്മാർക്കുള്ള തെറ്റുകളും അതിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളും പറയുമ്പോൾ അത് വലിയൊരു വിഷയം വേറെ തന്നെ വരുന്നതുകൊണ്ട് സൂചിപ്പിക്കാത്ത ഈ സലഫിയത്ത് അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും ഇന്നെന്ത് ചെയ്യുന്നുണ്ട്, തഅസ്സുബും തഹസ്സുബും ഒക്കെ വളരെയധികം പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുള്ളത്. സലഫീസ് അവകാശപ്പെടാത്തവരുടെ കാര്യം പിന്നെ പറയണ്ട, എടുക്കാനും തൊടാനൊന്നുമില്ല. അവകാശപ്പെടുന്നവരുടെ കാര്യം പറയുന്നത് തഹസ്സുബും തഅസ്സുബും. സംഘടനയോടുള്ള തഹസ്സുബുള്ളവരുണ്ട്, മശായിഖന്മാരുള്ള തഅസ്സുബുള്ളവരുണ്ട്. അത് ഞാൻ വേറെ ഇതിന്റെ ഈ കിതാബിൽ വേറൊരു ഫർക്കായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതധികം ഇപ്പോൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണെന്ത്, ഈ ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, രണ്ടും ശരിയല്ല, ഒന്ന് തെറ്റാണ്. അപ്പൊ ഇജ്തിഹാദി അല്ലാത്ത മസലകളിൽ നമുക്ക് തെറ്റ് മനസ്സിലാക്കി എളുപ്പമാണ്. ഇജ്തിഹാദി നല്ല പ്രയാസമാണ്, വലിയ പണ്ഡിതന്മാർക്ക് പോലും പ്രയാസമാണ്. അല്ലാത്ത മസലകൾ കുറച്ച് പഠിച്ചു, സൂലൊക്കെ പഠിച്ചെന്ന് കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മർജൂഹാണ്, തെളിവുകളുടെ ബലം വളരെ കുറവാണ് ഇതിന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് സൂൽഫിക്കും കുറച്ച് അതിന്റെ വിഷയങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, മർജൂഹായ അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാവും. തീരെ തെളിവിന്റെ പിൻബലമില്ലാത്ത ഒരു അഭിപ്രായം വലിയ നമ്മൾ ആദരിക്കുന്ന വലിയ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് അതിൽ നമ്മൾ ഉദറ് കണ്ടെത്തണം. അത് ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരെ പറ്റി മോശം കരുതാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മളെക്കാളൊക്കെ ഖുർആനും സുന്നത്തും പിൻപറ്റാൻ അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്ന, അതിനുവേണ്ടി എന്തു പരിശ്രമിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു അവർ. അവർക്ക് ആ വിഷയത്തിൽ ഇങ്ങനെ തെളിവിനെതിരായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്തല്ല, അവര് മനഃപൂർവ്വം തെളിവിനെതിരാൻ വേണ്ടി എതിരായതല്ല എന്നുള്ള ബോധം നമുക്ക് വേണം മനസ്സിൽ. ആ ബോധം നമുക്ക് വേണം. അതുകൊണ്ട് ആ ഒരു മനസ്സിൽ ആ ഹുസ്നുൽ ളന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഉദറ് കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ള എന്താ, ഇദാ അലിംത മിൻ അഖീക ഖതഉൻ ഫബഹസ് ലഹു 90 ഉദ്റൻ. ഇദാ അലിംത മിൻ അഖീക ഖതഅൻ ഫബഹസ് ലഹു 90 ഉദ്റൻ. നിന്റെ സഹോദരനിൽ നിന്ന് ഒരു തെറ്റ് നിനക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, അവൻ അത് തെറ്റ് ചെയ്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഫബഹത്ത് ലഹു 90 ഉദറൻ. നീ അവന് 90 ഉദറുകൾ അന്വേഷിച്ചുകൊള്ളുക. അവൻ എത്ര ഉദറുകൾ? 90 ഉദറുകൾ അന്വേഷിച്ചുകൊള്ളുക. പക്ഷെ നിനക്കറിയാം അവൻ എന്തല്ല, ഖുർആൻ സുന്നത്തിന് എതിരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുത്തനല്ല. അവൻ പരമാവധി ഖുർആനും സുന്നത്തും പണ്ഡിതന്മാര് അതെങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണോ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അവൻ. നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. എന്നിട്ടും അവനങ്ങനെ ചെയ്തിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 90 ഉദറുകൾ അന്വേഷിക്കുക. അവന് 90 ഉദറുകൾ നമ്മുടെ ബാധ്യതയാണ്. അല്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്താണെന്നറിയോ? ആ ഉദറുകൾ നമുക്ക് ചിലപ്പോൾ അറിയൂല. അവനിപ്പോ എന്ത് ഉദര ഉള്ളത്? ഇത്രയും വ്യക്തമായിട്ടുള്ള മസാലയല്ലേ, ഇത്രയും വാദിയായിട്ട് മസാലയല്ലേ, അവനിപ്പോ എന്ത് ഉദര അതിലുണ്ടാവുക എന്ന് നമ്മൾ തള്ളിക്കളയണ്ട. നേരിട്ട് പോയത് ഇതിനെ സംസാരിച്ചവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവൻ ഉദരുള്ളത്. പല ആളുകളും തയ്യാറാവുന്നില്ലത്. അത്രയും കാലം കൂടെ നടന്ന, തോളിൽ കൈയിട്ട് നടന്ന രണ്ട് സലഫികള് പിന്നീട് അവൻ എന്തെങ്കിലും ഒരു മസലയിൽ തെറ്റ് പറ്റുമ്പോൾ
ഖലാസ്, അവൻ എന്ത് ചെയ്ത് ഒഴിവാക്കി. അത് പാടില്ല. അവൻ അതിലെന്താണ് ഉദറുള്ളത് അത് അറിയാനുള്ള ഏറ്റവും നല്ല വഴി അവന്റെ അടുത്ത് പോയി നേരിട്ട് പറയാം, ഇതെന്താണ് വിഷയം, ഇതെന്താണ് ഈ വിഷയം. സലഫുകളിൽ അത് മാതൃക ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ ആരാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫാണെന്ന് എന്റെ ഓർമ്മ, അശറത്തുൽ മുബശ്ശിരീൻപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹം കൂഫക്കാർക്കുള്ള ഗവർണറാണ്, വസീറാണ്. അദ്ദേഹത്തെ പറ്റി, അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ പറ്റി വളരെ ശ്രദ്ധിക്കണം, ഗൗരവമുള്ള വിഷയം. അദ്ദേഹത്തിന്റെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം പോലെയല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കൂഫക്കാർ പ്രശ്നം ഉണ്ടാക്കി. കൂഫക്കാരുടെ സ്വഭാവം പിന്നെ പറയാം, ഷിയാക്കളെ പറ്റി പറയാം, അത് വേറെ ചരിത്രമുണ്ട്. അപ്പൊ ഈ കൂഫക്കാര് പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിസ്കാരത്തെ പറ്റിയേ പറയുന്നത്, വളരെ ഗൗരവമുള്ള വിഷയം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, അദ്ദേഹത്തോട് നേരിട്ട് പറയാം, ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ വിഷയം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതും, പിന്നത്തെ 2 റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് ചെയ്യാറില്ല, സൂറത്ത് ഓതാറില്ല. പിന്നത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാറില്ല. അതെന്താ നബി സുന്നത്താണ്. പ്രശ്നം എന്താ, പ്രശ്നം ആർക്ക്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനല്ല, പ്രശ്നം ആർക്കാ, കൂഫക്കാർക്ക്. ഇവർക്ക് ഇൽമില്ലാത്ത ആളുകളാണ്. ഇവരുടെ വിചാരം ഇവര് കണ്ടത് മാത്രം നിസ്കാരം, ബാക്കിയൊന്നും സുന്നത്തല്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ടല്ലോ, പൊട്ടക്കണത്തില്ല തവളകൾ. അവർ വിചാരം അവർ കാണുന്നത് മാത്രമാണെന്ത്, അത് മാത്രം ലോകം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ വിചാരം പുറത്തുള്ളതൊക്കെ തെറ്റാണെന്നാ, പുറത്തൊന്നും ഇല്ല, ഇവരാണ് അതിൻ്റെ ഉള്ള ഏറ്റവും വലിയ ആളുകൾ എന്നുള്ള ആളുകളാണ് ചില ആളുകൾ. അപ്പോൾ ഇതുപോലെയാണെന്ത് കൂഫക്കാർ. അങ്ങനെ വിചാരിച്ച് തെറ്റുപറ്റിയത് കൂഫക്കാർക്കാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, താങ്കളെ പറ്റി ഞാൻ ഇങ്ങനെയല്ലാതെ മോശമായിട്ടൊന്നും കരുതിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് എന്ത് ചെയ്യണം, ഉദറുകൾ കണ്ടെത്താൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നവരാണെങ്കിൽ കാണണം, കണ്ടിട്ട് ആ വിഷയം സംസാരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും മസ്ലഹത്തുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കണം. നേരിട്ട് കാണാൻ പറ്റില്ല, മരണപ്പെട്ട ഒരാളാണെങ്കിൽ അയാളുടെ തെറ്റുകൾ എന്ത് ചെയ്യാതിരിക്കുക, ആളുകൾക്കിടയിൽ പറഞ്ഞ് അത് പ്രചരിപ്പിച്ച് അയാളെ വഷളാക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അയാൾക്ക് കൊടുക്കേണ്ട ഹക്കിൽപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഉമർ മൗലവി റഹിമഹുള്ളയെ എന്താ പറയാ, അറിയുന്ന ഒരാളും അദ്ദേഹത്തെ അറിയുന്ന ഒരു കുട്ടി പോലും എന്ത് ചെയ്യില്ല, അദ്ദേഹം ഇഖ്വാനിയാണെന്ന് ഒരിക്കലും പറയില്ല, വേറെന്ത് പറഞ്ഞാലും. കാരണം കേരളത്തിൽ ഇഖ്വാനികൾ ഉള്ളിൽ കൂടെ ഇടകലർന്നിട്ടുള്ള പ്രവർത്തനം, സുറൂറികൾ ചെയ്തതുപോലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ സലഫികൾക്കിടയിലൂടെ, മുജാഹിദുകൾക്കിടയിലൂടെ ചെയ്യാനുള്ള പരിശ്രമത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായത് ഉമർ മൗലവിയാണ്. 2ന് 2 തട്ടാക്കിയത് ഉമർ മൗലവിയാണ്. ആ ഉമർ മൗലവിനെ ഇഖ്വാനി എന്ന് പറയുകയാണെങ്കിൽ പോട്ടെ, ആ ജഹലിന്റെ ആഴം പോട്ടെ, അദ്ദേഹത്തിനുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ ഹാദാ ഇഖ്വാനി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഉമർ മൗലവിക്ക്, അത് തെറ്റുകൾ തന്നെയാണ്. അതിൽ പലതും, എല്ലാം എന്നല്ല, അതിൽ പലതും തെറ്റുകൾ തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും, അത് ജനങ്ങൾക്ക് മുന്നിൽ ഉമർ മൗലവിയുടെ തെറ്റുകൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നിട്ട് ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ പബ്ലിഷ് ചെയ്തിട്ട് ഉമർ മൗലവിന്റെ വില എന്ത് ചെയ്യരുത്, ജനങ്ങൾക്കിടയിൽ കുറച്ച് കാണിക്കരുത്. ഉമർ മൗലവി ഇഖ്വാനാണെന്നൊക്കെ ഇഖ്വാനികൾ കേട്ടിട്ടുണ്ടെങ്കിലല്ലോ അവരൊക്കെ ഉറക്കത്തെ കിടന്ന് ചിരിക്കും. അങ്ങനത്തെ ഉമർ മൗലവി. അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റുകൾ ഇങ്ങനെ പരസ്യമാക്കി ആളുകളെ മോശപ്പെടുത്തുന്ന ഒരു സംസാരം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മരണപ്പെട്ടവർ, ജീവനോടുള്ളവർ നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് പോയി അത് കണ്ട് അതിലുള്ള നമ്മൾ പോയി നമുക്ക് അദ്ദേഹത്തെ തിരുത്താൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, ശരിയായ ഒരു സലഫി പണ്ഡിതനാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ തിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ ഉസുറുകൾ എന്താണെന്ന് പോലും അതെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും മിനിമം അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള ഉസുറുകൾ എന്താണെന്ന് പോലും അതെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഉസുറുകൾ നമുക്ക് വകവെച്ചു കൊടുക്കാം. ആ പണ്ഡിതനെ പറ്റി നല്ല ഹുസ്നു തന്നെ വെക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അതൊക്കെ സഹായകരമാവും. പിന്നെ അതിനോട് ചേർത്ത് പറയേണ്ട വലിയൊരു മസലയാണ് എന്ത്, വളരെ ശ്രദ്ധിക്കണം.
ഈ പണ്ഡിതന് ഉദറുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഈ ഉദറ് ബാധകമാവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ആ പണ്ഡിതൻ തെറ്റുപറ്റി, ഓക്കെ, അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിന് അതിൽ ഉദറുകളുണ്ട്, ശരി. ഇതേ പ്രവർത്തനം ചെയ്യുന്ന എല്ലാവർക്കും ഉദർ വകവെച്ചു കൊടുക്കണോ? വേണ്ട, ആവശ്യമില്ല. ഇപ്പോ ഈ ഇഖ്വാനികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ത്രീകളെ പ്രക്ഷോഭത്തിന് ഇറക്കുന്നതിന് തെളിവ് പിടിക്കുന്നെന്താ? ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ജമൽ യുദ്ധത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ആ പുറത്തേക്ക് ഇറങ്ങിയ അതിനെ തൊട്ട് അവർക്കതിന് വിഷമമായി, അത് തെറ്റാണെന്ന് മനസ്സിലായി ഖേദിച്ച് അവരെത്രയധികം സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ടെന്നറിയോ? അവർക്കതില് ഉദറുണ്ട്. എന്നാൽ അത് തെളിവ് പിടിച്ചിട്ട് ഇന്നിറങ്ങുന്ന ഈ പെണ്ണുങ്ങൾക്ക് എന്തില്ല? ഉദറില്ല. ഈ പെണ്ണുങ്ങൾക്ക് എന്തില്ല? അവർക്കതിൽ ഉദറില്ല. വളരെ ശ്രദ്ധിക്കേണ്ട മസലയാണ്, ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയാ, അദ്ദേഹം സലഫിയത്ത് ആ നാട്ടിൽ പ്രചരിപ്പിച്ച ഇഖ്വാനുകൾക്കെതിരെ പോരാടുന്ന ആ തുടക്ക കാലഘട്ടമാണ്. തുടക്കത്തിലെ സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാ വിഷയത്തിലും ഉണ്ടാവും, പോരായ്മകൾ എല്ലാത്തിലും ഉണ്ടാവും. ആ പോരായ്മകൾക്കിടയിൽ അദ്ദേഹത്തിന് പല മസലകളും വിട്ടുപോയിട്ടുണ്ട്, പലതും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ശരിയായ രൂപത്തിൽ തഹ്ഖീഖ് നടത്തിയിട്ടില്ല. ശരി തന്നെയാണ്, അദ്ദേഹത്തിന് അതിലെന്ത്, ആ കാലഘട്ടത്തിൽ ഒരുപാട് ഉദറുകളുണ്ട്. അതേ കാര്യം ഇന്നൊരാൾക്ക് അത് സലഫിയത്തിനെതിരാണെന്ന് മനസ്സിലായി ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ഉമർ മൗലവി ചെയ്തതല്ലേ, കുഴപ്പമില്ല എന്ന് നമ്മൾ പറയൂല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ ഒരാൾക്ക് അയാളുടെ സാഹചര്യം കൊണ്ട് ഒരു മസലയിൽ ഒരു ഉദർ കൊടുക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അതേ ഉദർ എന്ത് ചെയ്യില്ല, എല്ലാവർക്കും കൊടുക്കൂല. അതുകൊണ്ടാണ് ഉലമാക്കൾ വളരെ നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്കാണ്, ഹിഫളാക്കേണ്ട ഒരു വാക്കാണ്. എന്താണ്? മൻ തതബ്ബഅ സല്ലാത്തിൽ ഉലമായി തസന്തഖ. മൻ തതബ്ബഅ സല്ലാത്തിൽ ഉലമായി തസന്തഖ. ആരാണോ ഉലമാക്കളുടെ തെറ്റുകൾ ഇങ്ങനെ ചികഞ്ഞന്വേഷിച്ച് പിന്നാലെ കൂടുന്നത് അവൻ സിന്ദീഖാവും, ദീനിന്ന് പുറത്തു പോകും. ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കൗലാണ്. മൻ തതബ്ബഅ സല്ലാത്തിൽ ഉലമായി തസന്തഖ. പണ്ഡിതന്മാർക്ക് ആ പണ്ഡിതന്മാർക്ക് തെറ്റ് പറ്റി, അത് അവർക്ക് അതിൽ ഉദറുണ്ട്. എന്നിട്ട് നമ്മളത് ഇപ്പോ എന്താ പറയാ, ഇബ്നു ഹസ്മ റഹിമഹുല്ലാ മ്യൂസിക് ഹലാലാക്കി. അപ്പൊ നമുക്ക് ഇബ്നു ഹസ്മിന് മ്യൂസിക്കിന്റെ വിഷയത്തിൽ ഇബ്നു ഹസ്മിന് പിടിക്കുക, അവിടെ പിടിച്ച്. അൽബാനി മുഖം തുറന്നിടാൻ പറ്റുമെന്ന് പറഞ്ഞു, മുഖം തുറന്നിടാൻ അൽബാനി പിടിച്ചു. ഇങ്ങനെ ഓരോന്നിലും ഓരോ പണ്ഡിതന്മാർക്ക് എത്രത്തോളം അറിയോ? നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ ദല്ലത്തുകൾ മനസ്സിലാക്കണമെങ്കിൽ ഇഖ്വാനികളും അവരുടെ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി അവരുടെ ഫിഖ്ഹിയായിട്ട് മസലയുടെ നിലപാടുകൾ മാത്രം എടുത്തു നോക്കിയാൽ എല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? A to Z ദല്ലാത്തുൽ ഉലമ കാണാൻ സാധിക്കും. പക്ഷെ ദല്ലാത്തുൽ ഉലമകളിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു വിഭാഗമാണ് ആര്? ഈ സുറൂറികൾ. അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് എന്തൊക്കെ വിഷയത്തിൽ ഏതൊക്കെ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ അതൊക്കെ അവരിലുണ്ടാവും. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിപ്പോ പറയണോ? അത് നമ്മുടെ മസലയെ ബന്ധപ്പെട്ടതല്ല, എന്നാലും ചോദിച്ചോണ്ട് പറയാം. മുഖം മറയ്ക്കുന്ന വിഷയം അല്ലേ? മുഖം മറയ്ക്കുന്ന വിഷയം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇപ്പൊ പറഞ്ഞുതരാം. മുഖം മറയ്ക്കുന്ന വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ അതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഇതുപോലെ തന്നെ ഹിലാല് വിഷയം പോലെ തന്നെ വലിയ എന്തോ കോലാഹലം, മനസ്സിലാകാത്ത എന്തോ ഒരു വിഷയം പോലെ കൊണ്ടു നടക്കുന്ന ഈ കാര്യം വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ് ഈ വിഷയം. ഹിലാലിന്റെ മസാല അല്ല, മുഖം മറയ്ക്കുന്ന മസാല, രണ്ടും വളരെ സിമ്പിളായ മസാലകളാണ്. മുഖം മറയ്ക്കുന്ന മസലയിൽ സ്ത്രീകൾ മുഖം മറയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള മസലയിൽ വളരെ ശ്രദ്ധിക്കണം. രണ്ട് സാഹചര്യത്തിലല്ലാതെ ബാക്കിയുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടും. തുടക്കത്തിൽ തന്നെ പറയാൻ എന്താ?
മുഖം മറക്കൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമില്ല. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. മുഖം മറക്കുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള മസലയല്ല. മുഖം മറക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് രണ്ട് ഹാലത്ത്, രണ്ട് അവസ്ഥകളിലാണ്. രണ്ട് അവസ്ഥകളിലാണ്. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മിനിറ്റ്. അയ്യോ, എന്താ പറയാ, ശ്രദ്ധിക്കണേ. മസലയുടെ തഫ്സീൽ ഇങ്ങനെയാണ്. ളറൂറത്തിന് വേണ്ടി, ഉദാഹരണം ചികിത്സ, അതുപോലെ തന്നെ ഇപ്പോ സാക്ഷി പറയാം, അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ ളറൂറത്ത്, വേറൊരു നിവൃത്തിയില്ല. അങ്ങനെയുള്ള ളറൂറത്തിന് വേണ്ടി മുഖം തുറക്കുകയും ആ മുഖം കാണുകയും ചെയ്യുന്നത് ജായിസാണ്. അതിൽ ഇത്തിഫാഖുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമേ അല്ല. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലെന്തുണ്ട്? ഇത്തിഫാഖുണ്ട്. ളറൂറത്തിന് വേണ്ടി എന്ത് ചെയ്യാം? മുഖം തുറക്കുകയും ആ മുഖം നോക്കുകയും ചെയ്യാന്നുള്ളതിൽ അത് ജായിസാണെന്നുള്ളതിൽ ഇത്തിഫാഖുണ്ട്. ഒന്നാമത്തെ പോയിന്റ് അത്. രണ്ടാമത്തെ കാര്യം, നിക്കാഹിന്റെ ഉദ്ദേശം, കല്യാണം കഴിക്കാനുള്ള ആ ഉദ്ദേശത്തിന് വേണ്ടി, അതിനു വേണ്ടിയും മുഖം തുറക്കുക, ആ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതിലും എന്തുണ്ട്? അതും ജായിസാണെന്നുള്ളതിൽ ഇത്തിഫാഖുണ്ട്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത്തിഫാക്കുകളെ പറയും, അഭിപ്രായ വ്യത്യാസങ്ങളല്ല. ഇതൊക്കെ പണ്ഡിതന്മാർക്ക് ഇത്തിഫാക്കുള്ള വിഷയങ്ങളാണ്. മൂന്നാമത്തത് വളരെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പോയിന്റ്, മുഖം തുറന്നിട്ടാൽ ഫിത്തന ഉണ്ടാകുമെങ്കിൽ മുഖം മറക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ ഇത്തിഫാഖുണ്ട്. വുജൂബ്, മുഖം മറക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ എന്തുണ്ട്? വാജിബാണെന്നുള്ളതിൽ ഇത്തിഫാഖുണ്ട്. മുഖം തുറന്നിട്ടാൽ ആ തുറന്നിടുന്നതിലൂടെ ഫിത്തന ഉണ്ടാകുമെങ്കിൽ മുഖം മറക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ എന്തുണ്ട്? അത് വാജിബാണെന്നുള്ളതിൽ ഇത്തിഫാഖുണ്ട്. മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, ഒരാൾ ശഹവത്തോടുകൂടെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഹറാമാണെന്നുള്ളതിൽ എന്തുണ്ട്? ഇത്തിഫാഖുണ്ട്. ഇതൊന്നും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത, വളരെ ശ്രദ്ധിക്കണം. ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സംസാരങ്ങൾ ഒരുപാട് കേൾക്കും. പല ആളുകളും അതിന് പരിശ്രമിക്കുന്നുണ്ട്, നേരിട്ടും അല്ലാതെയൊക്കെ. ഇതിലൊന്നും ഇത്തിഫാഖില്ല, അഭിപ്രായ വ്യത്യാസമില്ല, ഇഖ്തിലാഫില്ല. ഇതിലൊന്നും ഇഖ്തിലാഫില്ല. ഇതൊക്കെ ഇത്തിഫാഖുള്ള മസലകളാണ്. വളരെ ശ്രദ്ധിക്കണം. ആകെ അഭിപ്രായ വ്യത്യാസമുള്ളത് രണ്ട് അവസ്ഥകളിലാണ്. അതിൽ ഒന്നാമത്തെ മസല എന്താണെന്നറിയോ? ഒന്നാമത്തെ അവസ്ഥ, ഒരു സ്ത്രീ അവളുടെ മുഖം തുറന്നിട്ടു. പക്ഷെ ആ മുഖം തുറന്നിടുന്നതിലൂടെ ഒരു ഫിത്ന ഉണ്ടാകുന്നില്ല. ഒരാളും ശഹവത്തോടുകൂടെ അവളെ നോക്കും എന്നുള്ളൊരു സാഹചര്യം ഇല്ല. വളരെ ശ്രദ്ധിക്കണം. അവൾ മുഖം തുറന്നിട്ടു, ആ മുഖം ഇടുന്നതിലൂടെ ഒരു ഫിത്ന ഉണ്ടാകും എന്നൊരു പേടിക്കുന്നൊരവസ്ഥയല്ല. അവളുടെ മുഖത്തേക്ക് ശഹവത്തോടുകൂടി ഒരാൾ നോക്കും എന്നെന്തില്ല, അങ്ങനത്തെ ഒരു പേടിയില്ല. എങ്കിൽ അവിടെയും ഇഖ്തിലാഫാണ്. അവിടെയും പറ്റുന്നല്ല പറയുന്നുണ്ട് ഇതുവരെ. അവിടെയും തുറന്നിടാൻ പറ്റൂ ഇല്ലയോ എന്നുള്ളത് അവിടെയാണ് അഭിപ്രായ വ്യത്യാസം. ഒന്നാമത്തെ ഭാഗം, അഭിപ്രായ വ്യത്യാസം വരുന്ന ഒന്നാമത്തെ വിഷയത, ഒന്നാമത്തെ ഹാലത്ത്, അഭിപ്രായ വ്യത്യാസം വരുന്ന ഒന്നാമത്തെ അവസ്ഥ അതാണ്. രണ്ടാമത്തെ അവസ്ഥ എന്നുള്ളത്, ഫിത്ന നമ്മൾ പേടിക്കുന്നില്ല. ഫിത്ന നമ്മൾ നിർഭയനായിരിക്കുന്ന സാഹചര്യത്തിൽ ശഹവത്തോടുകൂടി അല്ലാതെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ള രണ്ടാമത്തെ അവസ്ഥ. ശഹവത്തോടുകൂടി അല്ലാതെ
ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാന്നുള്ളത് രണ്ടാം. ഇതിലും എന്തുണ്ട്, പല പണ്ഡിതന്മാരും പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെയും ചില പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെയും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുള്ളൂ. ഈ 2 ഹാലത്തുകളിൽ മാത്രം, ബാക്കിയുള്ളതിലൊക്കെ ഇത്തിഫാക്കുണ്ട്, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇതാണ് ഈ മസാലയുടെ ഹക്കീക്കത്ത്. ഇതാണ് ഇതിപ്പോ ഞാൻ വായിച്ചത് അവിടെ നിന്നാ. അപ്പൊ ചോദിക്കാത്തെന്താ? എനിക്കിങ്ങനെ എവിടെന്നെങ്കിലും എന്തെങ്കിലും എടുത്തു പറഞ്ഞാൽ നിങ്ങളതൊക്കെ ഒഴുങ്ങോ? പാടില്ല, ആരായാലും പാടില്ല, ഞാനെന്നല്ല, ആരായാലും പാടില്ല. അൽ മുസ്തഷാർ മുഅ്തമനായിരിക്കണം, അമാനത്തുമാണ് ഇൽമിൽ. ഇത് ഹൈഅത്തു കിബാറുൽ ഉലമ അവർക്ക് എന്തുണ്ട്, ബഹ്സുകൾ നടത്തുന്ന ഒരു ഇതിന്റെ കിസ്മുണ്ട്. അവരുടെ സൈറ്റിൽ കയറിയ ഇത് അടിച്ചു നോക്കിയാൽ കാണും. അവർക്ക് സൗദിയിലെ ലജനത്ത് ദായിമയുടെ ഹൈഅത്ത് കിബാറുൽ ഉലമയുടെ ബഹ്സുകൾ നടത്തുന്ന ഒരു കിസ്മുണ്ട്. ആ ബഹ്സുകളിൽ കുറെ മസലയുടെ ബഹ്സ് നടത്തിയിട്ടുണ്ട്. അതിലെ ഒരു മസലയാണ് എന്ത്, ഈ മസല. അതിലൊരു മസലയാണ് ഈ മസല. ഇത് അവരുടെ സൈറ്റുകളിൽ കിട്ടും. ഇങ്ങനത്തെ ഈ പറഞ്ഞ അതേ തഫ്സീലോടുകൂടി തന്നെ കിട്ടും. ഇത് ഓരോന്നിനും അവർ മസ്തലകൾ കൊടുത്തിട്ടുണ്ട്. 4 മദ്ഹബുകൾ ഒന്നിൽ പോലും അഭിപ്രായ വ്യത്യാസം തെളിയിക്കാൻ ഓരോന്നിനും അതിന്റെ മസ്തല കൊടുത്ത് അതിന്റെ ഖുലാസ മാത്രം ഞാൻ പറഞ്ഞു, ചുരുക്കം മാത്രം. വിശദീകരണം തഫ്സീൽ ആവശ്യമുള്ളത് എന്ത് ചെയ്യാം, അതിലെ സൈറ്റിലേക്ക് കയറി നോക്കാം. സൈറ്റിൽ കയറി എന്ത് ചെയ്യാം, നോക്കാം. ഓരോ മദ്ഹബുകളുടെ, ഹനഫി മദ്ഹബ്, മദ്ഹബ് മാലിക്കി മദ്ഹബ്, ഓരോ മദ്ഹബുകളുടെയും മുഅ്തമദായിട്ടുള്ള കിതാബുകളും അതിന്റെ മസ്തറുകളും അതിന്റെ പേജ് നമ്പർ എല്ലാം കൊടുത്ത് കൃത്യമായി വിശദീകരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഇത് അഭിപ്രായ വ്യത്യാസമുള്ള മസാലയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ പിന്നെ അൽബാനിക്ക് ആ വിഷയത്തിൽ തെറ്റുപറ്റിയതോടുകൂടെ അത് അവർക്ക് എന്തായി, ഒരു പിടിവള്ളിയായി. ഇന്ന് ഇതേ കാര്യത്തിൽ അൽബാൻ അംഗീകരിക്കുന്നവർ ബാക്കിയുള്ള വിഷയത്തിൽ അൽബാൻ അംഗീകരിക്കുമോ? അംഗീകരിക്കും? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അത് പോട്ടെ. അപ്പൊ ഇത് കൂട്ടത്തിൽ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. അത് പറഞ്ഞിട്ട് തന്നെ സമയം ഇവിടെ പോയില്ലേ. സമയമുണ്ട് ഇനി? ഒരു മസാല കൂടി പറയാം, ഒരു മസാല കൂടി പറയാം, ഒരു മസാല കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ഫർക്കിലേക്ക് കടക്കാം, അടുത്ത വ്യത്യാസത്തിലേക്ക് കടക്കാം, 3-ാമത്തേലേക്ക്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ദീൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാം ദീന. അള്ളാഹു ഇത് ഹജ്ജത്തുൽ വിദാഇന്റെ ആ സമയത്ത് അറഫാ ദിനത്തിൽ ഇറക്കിയ ആയത്താണ്. അന്ന് അള്ളാഹ് പറയണം അല്യൗമ, ഇന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ടെന്നുള്ള പറയണം. ഈ പൂർത്തീകരണം എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം, അന്നുള്ള മസാലകളല്ല എന്നുള്ള മസാലകൾ. അന്ന് ഇല്ലാത്ത എത്രയോ വിഷയങ്ങളും കാര്യങ്ങളും ഇന്നുണ്ട്, ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജിയൊക്കെ ഡെവലപ്പായി കഴിയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മസാലകൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും എല്ലാ വിഷയത്തിലും അല്ലേ. എന്തൊക്കെ വിഷയങ്ങളുണ്ട്, ബിറ്റ് കോയിന്, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ AI, കുറേ വിഷയങ്ങൾ, കുറേ വിഷയങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പൂർത്തിയാക്കി എന്ന് പറയുന്നത് അന്നുള്ള ആ മസലകൾക്ക് മാത്രമല്ല പൂർത്തീകരണം. വളരെ ശ്രദ്ധിക്കണം. അന്ന് ആ കാലഘട്ടത്തിലുള്ള മസലകൾക്ക് മാത്രമുള്ള പൂർത്തീകരണമല്ല ദീൻ എന്നുള്ളത്. ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത, ദീനുൽ ഇസ്ലാം എന്നുള്ളത് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും. അത് ഭാഷ വ്യത്യാസമുള്ള വിഷയമല്ല, നിറവ്യത്യാസം വിഷയമല്ല, കാലഘട്ട നൂറ്റാണ്ടിന് വ്യത്യാസം വിഷയമല്ല, ഇതൊന്നും വിഷയമല്ല. വൻകരകളുടെ വ്യത്യാസമോ വർഗമോ ജാതിയോ ഒന്നും അവിടെ വിഷയമല്ല. എല്ലാവർക്കും
പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ജീവിതത്തിൽ ഓരോന്നിലും കൃത്യമായി വിധി പറഞ്ഞു തരാൻ കഴിയുന്ന ദീനാണ്. ഇങ്ങനൊരു ദീൻ വേറില്ല. അള്ളാഹുവിന്റെ ദീനല്ലാതെ വേറൊരു ദീനായിക്കോട്ടെ, ഇസങ്ങളായിക്കോട്ടെ, പ്രത്യയശാസ്ത്രങ്ങളായിക്കോട്ടെ, അതിനൊന്നിനും ഓരോ പോയിന്റിലും എന്ത് വിഷയം എങ്ങനെ ചെയ്യണം, ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ, ഇവിടെ നോക്കരുത്, അവിടെ അത് കഴിക്കരുത്, ഇത് കേൾക്കരുത്, ഇങ്ങോട്ട് പോകരുത്, ഇങ്ങനെ നടക്കരുത്, അങ്ങനെ ഇരിക്കരുത്, ഓരോന്നിലും കൃത്യമായ മാർഗനിർദ്ദേശം തരാൻ അള്ളാഹുവിന്റെ ദീനല്ലാതെ ഒരു പ്രത്യയശാസ്ത്രത്തിനും കഴിയില്ല. ദീനിന്റെ പരിപൂർണതയാണ്. ദീനിന്റെ ഇതെന്തിനെ പറഞ്ഞു വെച്ചാൽ, ഈ പരിപൂർണത ഈ കാലഘട്ടത്തിനും ബാധകമാണ്. ഈ പരിപൂർണത ഈ കാലഘട്ടത്തിനും ബാധകമാണ് എന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പുതിയ മസാല വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഇപ്പോ എന്താ പറയാ, റോബോട്ടിക്സ് അതിനെപ്പറ്റി ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനെപ്പറ്റി അറിയാനും പഠിക്കാനും നമ്മൾ സയന്റിസ്റ്റുകളുടെ അടുക്കലേക്കല്ല അതിന്റെ ഹുക്കുമ ചോദിക്കാൻ പോകേണ്ടത്. സയന്റിസ്റ്റുകളുടെ അടുക്കലേക്കല്ല അതിന്റെ ഹുക്കുമ ചോദിക്കാൻ പോകേണ്ടത്. ഓരോ വിഷയത്തിനും എന്തുണ്ട്, ദീനിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ. എങ്ങനെയാണ് ദീനിൽ അന്നിറങ്ങിയ ആയത്തുകൾ കൊണ്ട് എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് വിധി പറയാൻ കഴിയുക? അതിനാണ് എന്ത് പറയാ, ഖിയാസ് എന്ന് പറയാം. വളരെ ശ്രദ്ധിക്കണം. അതിനാണ് എന്ത് പറയാ, ഖിയാസ് എന്ന് പറയാം. ഈ ഖിയാസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എഴുതി വെക്കണം. ഖിയാസ് എന്ന് പറയുമ്പോൾ അതിൽ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് എന്താവുക, അത് ഖിയാസ് ആവുക. അതിനോട് കഴിഞ്ഞോട്ടെ, അതിലൊക്കെ വേണ്ടി അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. ഈ 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് എന്താവുക, അത് ഖിയാസ് ആവുക. ഒന്നാമത്തത് അസ്ല്. രണ്ടാമത്തത് ഹുക്മുൽ അസ്ല്. അല്ലെങ്കിൽ ഹുക്മ എഴുതിയാലും മതി ചുരുക്കത്തിൽ. രണ്ടാമത്തത് ഹുക്മ. മൂന്നാമത്തത് ഫറഅ്. നാലാമത്തത് ഇല്ലത്ത്. ഇത് 4ഉം മനസ്സിലായെങ്കിലാണ് ഖിയാസ് എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇതിനാണ് അർക്കാനുൽ ഖിയാസ് എന്ന് പറയുന്നത്. അർക്കാനുൽ ഖിയാസ് എന്താണ്? 4 ചുരുക്കി പറയാം. ഖുർആനിലോ സുന്നത്തിലോ അല്ലെങ്കിൽ എന്താ പറയാ, നസ്സിലോ ഇജ്മായിലോ. നസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തമായ എന്ന് വെച്ചാൽ വേറൊരു അർത്ഥം അറിയിക്കുക, അല്ലെങ്കിൽ ആ വിഷയത്തിൽ പിന്നെ അത് നസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യില്ല, അവിടെ വേറൊരു അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല, സാധിക്കൂല. അങ്ങനത്തെ ദലീലിനാണ്, ആയത്ത് ഹദീസുകൾക്കാണ് നസ്സ് എന്ന് പറയാം. ഈ നസ്സിലോ ഇജ്മായിലോ ശ്രദ്ധിക്കണേ. അസ്ലെന്ന് വെച്ചാൽ നസ്സിലോ ഇജ്മായിലോ പരാമർശിക്കപ്പെട്ട ഒരു മസല, അതിനാണ് എന്ത് പറയാ, അസ്ലെന്ന് പറയാം. അതിൽ വന്നിട്ട് പരാമർശിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, അത് ഹറാമാണ്, അങ്ങനെ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പരാമർശിക്കപ്പെട്ട മസലയാണ് എന്ത്, അസ്ല്. പരാമർശിക്കപ്പെട്ട മസലയാണ് അസ്ല്. ഈ അസ്ലിന് ഈ നസ്സിലോ ഇജ്മാലോ വന്നിട്ടുള്ള വിധിയാണ് എന്ത്, ഹുക്കുമ്. അത് ചിലപ്പോൾ വാജിബായിരിക്കും, ചിലപ്പോൾ ഹറാമായിരിക്കും. ആ അസ്ലിനൊരു വിധി നസ്സിലോ ഇജ്മാലോ വന്നിട്ടുണ്ട്, ഹുക്കുമ്. അതാണ് ഇവിടെ പറയുന്ന ഹുക്കുമ്, അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഹുക്കുമ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അതാണ് ഇവിടെ നമുക്ക് ഖിയാസിന് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് ഇല്ലത്ത്. വളരെ പ്രധാനപ്പെട്ട കാര്യം അല്ല, അഫ്വാൻ ഖിയാസിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് എന്ത്, ഇല്ലത്ത്. പറയാം ഇല്ലത്ത് മനസ്സിലായാലാണ് ഫറവ് പറയാൻ പറ്റുള്ളൂ. ഈ അസ്ലിൽ നസ്സിലോ ഇജ്മായിലോ ഈ ഒരു അസ്ലിനെ ഒരു ഹുക്കും പറഞ്ഞിട്ടുണ്ടാവൂലേ, ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ആ ഹുക്കുമിന് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇതുകൊണ്ടാണ് അത് ഹറാമായിട്ട്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അത് വാജിബായിട്ട്, ഇതുകൊണ്ടാണ് അത് ജായിസായിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു, അതിനാണ് എന്ത് പറയാ, ഇല്ലത്തെന്ന് പറയാം. ഇല്ലത്തെന്ന് പറയാം. നാലാമത്തത് ഫറഅ് എന്ന് പറഞ്ഞാൽ നസ്സിലോ ഇജ്മായിലോ ഒന്നുമില്ല. സലഫുകളുടെ കാലത്ത് അങ്ങനത്തെ ഒരു കാര്യം തന്നെ ഇല്ല.
പിന്നീട് വന്നൊരു കാര്യം ആണ് ഫറായ്. ഇതാണ് ഫറായ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഖിയാസിൽ എന്താ ചെയ്യുന്ന വെച്ചാല്, ഈ ഫറഇന്റെ ഇല്ലത്ത് എന്ത് ഇല്ലത്താണ് നോക്കും. ഫറഇനുള്ള ഇല്ലത്ത് എന്താണെന്ന് നോക്കും. ഫറഇന് ഹുക്കുമില്ലേ, ശ്രദ്ധിക്കണേ. നമ്മൾ ഇതിനടുത്ത് ഖിയാസ് ചെയ്യുന്നതിനാ ഈ ഫറഇന് ഹുക്കുമ കിട്ടാൻ. ഹുക്കുമ നസ്സിലും ഇജ്മാലും ഇല്ല. ഹുക്കുമ എന്തില്ല, നസ്സിലും. അപ്പൊ നമുക്ക് ഇതിന് ഹുക്കുമ കിട്ടണം. ഫറഇന് ഇത് ഹുക്കുമ എവിടെ നിന്ന് കിട്ടുക? ഈ ഫറഇന്റെ ഇല്ലത്ത് നോക്കണം. ഫറഇനൊരു ഇല്ലത്ത് ഖുർആൻ സുന്നത്തിൽ ഉണ്ടാവില്ല. ഖുർആൻ സുന്നത്തിൽ ഇല്ലത്ത് ഏതിന്റെ? അസ്ലിന്റെ. അപ്പൊ ഇത് നമ്മൾ നോക്കണം. നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ ഒരു കാര്യമാണ്, അത് നോക്കണം. അത് നോക്കുമ്പോ അതിലൊരു ഇല്ലത്തുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇതേ ഇല്ലത്തുള്ള ഒരു കാര്യത്തിന് അസ്ലിന് എന്താ ഹുക്കും പറഞ്ഞിട്ടുള്ളത്? ആ ഹുക്കും എന്തിനു കൊടുക്കും? ഫറഇന് കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോ സിഗരറ്റ് ഉപയോഗിക്കുന്നതിന് വിധി എന്താ? നമ്മുടെ നാട്ടിൽ സിഗരറ്റ് ഉപയോഗിക്കുന്ന ഒരു മുസ്ലിമിനോട്, കുടുംബത്തിൽപ്പെട്ട ഒരാളോട് സിഗരറ്റ് ഉപയോഗിക്കുന്നതിന് വിധി എന്താ ചോദിച്ചാൽ അവനെ ചാടി എന്താ പറയാ? കറാഹത്തേ ഉള്ളൂ, മക്റുഹാണ്, ഒഴിവാക്കിയ നല്ലത്, ചെയ്തപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ആണോ? ശരിയാണോ? നമ്മൾ ശ്രദ്ധിക്കണം. സിഗരറ്റിൽ അതിൽ വരുന്ന ഇല്ലത്തെന്താ? ലാ ദററ വലാ ദിറാർ. ലാ ദററ വലാ ദിറാർ വെച്ചാല് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഉപദ്രവമുണ്ടാകും എന്ന് ഉറപ്പുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ടത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് അസ്ലിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇതിലുള്ള ഇല്ലത്തെന്താ? ഉപദ്രവം എന്നുള്ള. ഹുക്കുമെന്താ? ഹറാമ. ഫറ എന്താ? സിഗരറ്റ്. മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഫറ സിഗരറ്റ് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയാം ഉണ്ട്, 100% ഉണ്ട്. നമ്മൾ പറയണ്ട. സിഗരറ്റിന്റെ അത് പ്രൊഡ്യൂസേഴ്സ്, ഉണ്ടാക്കുന്ന ആളുകൾ, അവര് ആ സിഗരറ്റ് പാക്കറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ടൊബാക്കോ കോസസ് ക്യാൻസർ അല്ലെങ്കിൽ ടൊബാക്കോ കിൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഉണ്ട് എന്നുള്ള 100% ഉറപ്പുള്ള കാര്യമാണ് എന്ത്? സിഗരറ്റ്. അവന് മാത്രമാണ് വററ്. എന്നാ പിന്നെ എന്റെ വീട്ടിലിരുന്ന് വലിച്ചോട്ടെ എന്ന് പറയാം. നാട്ടുകാർക്കും വററുണ്ടാക്കുന്ന കാര്യമാണ്. സ്വന്തത്തിനും മറ്റുള്ളവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്ന ഈ കാര്യം ഹറാമാണെന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഹറാമാണെന്ന് വളരെ സിമ്പിളായിട്ട് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. എങ്ങനെ? സിഗരറ്റ് ഹറാമാണെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഖിയാസ് ഉണ്ടെന്ന് പറയും. ഖിയാസ് ഉണ്ടെന്ന് പറയും. ഖിയാസ് ദീനിൽ തെളിവാണോ? തെളിവാണ്. അത് ഞാൻ അടുത്ത സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാതെ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക. എന്താണ്? എങ്ങനെ? ഖിയാസിന്റെ തെളിവ് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.